your attendance now. Okay, mark your attendance now and listen here. Open your textbook and animals around us. We have studied about different animals in our previous class. They are page number 122. Some of animals around us. Okay. നമ്മുടെ ചുറ്റുള്ള കുറേ ആനിമൽസിനെ കുറിച്ചാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത് അല്ലേ? ഓർമ്മയുണ്ടോ? They are domestic animals. We studied about domestic animals in our previous class. Dakshit, please turn on your video. Okay. We studied about different kinds of domestic animals. What is domestic animals? Domestic animal is we trained and domesticated it for our needs, and animals that help us in different needs is called domestic animals. നമ്മുടെ വീട്ടില് വളർത്തുന്ന മൃഗങ്ങൾ അല്ലെ, വീട്ടില് നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് വളർത്താൻ പറ്റുന്ന കുറേ മൃഗങ്ങളുണ്ട് അല്ലെ, അതിനെയാണ് എന്ത് പറയാ? ഡൊമസ്റ്റിക് ആനിമൽസ് എന്ന് പറയുന്നത്. നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ വീട്ടില് കുറേ മൃഗങ്ങളെ വളർത്താറുണ്ട് അല്ലേ? What are domestic animals? Andrea Therese, can you say the names of some domestic animals? Cow. Parrot. Goat. Rabbit. Hen. Dog. Cat. Horse. Okay, fine. Cow, parakeet, goat, rabbit, hen, cat, horse, dog, fish. These are some animals, and some pet animals is here, and some domestic animal is also here. Cow is a domestic animal. Look at the first picture. What is that? That's a cow. Cow gives us milk. പശു ആണല്ലേ ആദ്യത്തെ ചിത്രം. So cow gives us milk. പശു നമുക്ക് പാല് തരും അല്ലേ? നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ വീട്ടിൽ വളർത്തുന്നതാണ് കൗവിനെ അല്ലേ? കൗവിനൊക്കെ നമ്മൾ വീട്ടിൽ വളർത്താറുണ്ട്. അത് നമുക്ക് എന്ത് തരും? പാല് തരും അല്ലേ? Cow gives us milk. പാല് ഇഷ്ടാണോ? Do you like milk? മിൽക്ക് ഇഷ്ടാണോ എല്ലാവർക്കും? ഇഷ്ടാണല്ലേ? എല്ലാരും പാല് കുടിക്കാറുണ്ടാവും. പാലിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പശുവിനെ നമ്മൾ വീട്ടിൽ വളർത്തുന്നത് അല്ലേ? പശു നമ്മള് വീട്ടിൽ വളർത്തുന്ന മൃഗമാണ്, അല്ലാതെ കാട്ടിലാണോ ഉണ്ടാവുക? No, cow is a domestic animal and cow gives us milk. പശു നമുക്ക് പാല് തരും. നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ വീട്ടിൽ വളർത്തുന്ന മൃഗങ്ങളാണല്ലേ? We trained and domesticated these kinds of animals. നമ്മൾ ഇവരെ ട്രെയിൻ ചെയ്തെടുക്കുകയും നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി വളർത്തുകയും ചെയ്യും അല്ലേ? Animals that help us in different fields. നമ്മളെ പല ജോലികൾക്കും ഇവര് ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും അല്ലേ? They help us in different needs. That kind of animal is called domestic animals. നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ വീട്ടിൽ വളർത്തുന്നു. ഇങ്ങനെയുള്ള മൃഗങ്ങളെയാണ് we called it domestic animals. Okay, so it is cow is a domestic animal and cow gives us milk. And Rida Fatima, can you say the other domestic animal? ഏതാണ് വേറൊരു ഡൊമസ്റ്റിക് ആനിമൽ ഇതിലുള്ളത്? Parakeet. Then goat, fish, cat, rabbit, hen, horse. Yes, cow, parakeet, goat, rabbit, hen, cat, horse, dog, fish. ഇതൊക്കെ എന്താണ്? ഡൊമസ്റ്റിക് ആനിമൽ ആണ്. ഇതിനൊക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? നമ്മുടെ വീട്ടില്
വളർത്താറുണ്ടല്ലേ. ദീസ് ആർ ഡൊമസ്റ്റിക് ആനിമൽ. This animal help us in different needs. So satisfy our different needs. So we domesticated this kind of animal. And some of pet animals is here. Cat, fish, dog, rabbit. These are pet animals. നമ്മളൊക്കെ കുറെ നമ്മൾ ഓമനിച്ച് വളർത്തുന്ന കുറെ മൃഗങ്ങളും ഉണ്ട് അല്ലേ. ഏതൊക്കെയാണ്? ക്യാറ്റ്, ഫിഷ് അല്ലേ. ഇതിനൊക്കെ നമ്മുടെ വീട്ടിൽ നമ്മൾ നന്നായിട്ട് കെയർ ചെയ്ത് പേരൊക്കെ ഇട്ട് വളർത്താറുണ്ട് അല്ലേ. നമുക്ക് ഇഷ്ടമാണ് അല്ലേ. റിത, വാട്ട് ആർ യു ഡൂയിങ്? റിത ഇവിടെ ശ്രദ്ധിക്കണം മോളെ. സോ ഇതൊക്കെ ഡൊമസ്റ്റിക് ആനിമൽ ആണ്. നമ്മൾ കഴിഞ്ഞ ദിവസം ഇതിന്റെ ഒക്കെ സ്പെഷ്യാലിറ്റീസ് ഒക്കെ പറഞ്ഞു അല്ലേ. കൗ ഗീവ്സ് മിൽക്ക്, hen gives egg. ഇതൊക്കെ നമ്മൾ പറഞ്ഞു. സോ ഡോഗ് പ്രൊട്ടക്ട് അവർ ഹൗസ്. നമ്മുടെ വീട്ടില് സ്ട്രേഞ്ചേഴ്സ് ഒക്കെ വരുമ്പോ നമ്മുടെ വീട്ടിലുള്ള നായ എന്ത് ചെയ്യും? ബാർക്ക് ചെയ്യും അല്ലേ. നായ കുറച്ചിട്ട് നമുക്കപ്പോ മനസ്സിലാവും അല്ലെ ആരോ വരുന്നുണ്ട് എന്ന്. സോ ഇതിനൊക്കെ നമ്മൾ നമ്മുടെ പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് വീട്ടിൽ വളർത്തുന്നതാണ്. Then we are going to study about different wild animals. So these animals are categorized into two: domestic animal and wild animals. Domestic animal means we domesticated and trained those animals for our different needs. This animal help us in different fields. So this kind of animal is called domestic animal. And the next one is wild animals. Wild animals. ഇനി നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് wild animals നെ കുറിച്ചാണ്. Look at the next page, 123. Wild animals. കുറേ ആനിമൽസിന്റെ പിക്ചേഴ്സ് ഉണ്ടല്ലേ അതില്. കുറേ ആനിമൽസ് ഉണ്ട് അതിൽ കാണുന്നത് അല്ലേ. എന്തൊക്കെയുണ്ട്? എന്തൊക്കെ ആനിമൽസ് അവിടെ ഉള്ളത്? ഏഞ്ചൽ മരിയ, ടിപി. ലുക്ക് അറ്റ് ദ ടെക്സ്റ്റ് ബുക്ക്. ഏഞ്ചൽ മരിയ, എന്തൊക്കെ മൃഗങ്ങളാ അവിടെ ഉള്ളത്? എന്തൊക്കെ ഉള്ളത് ഏഞ്ചൽ മരിയ, ടിപി, പ്ലീസ് അൺമ്യൂട്ട്. ഓക്കെ. ലയൺ, ജിറാഫ്, ടൈഗർ. ഓക്കെ. ജിറാഫ് ആൻഡ് ടൈഗർ. ഏഞ്ചൽ മരിയ രണ്ട് ആനിമൽസിന്റെ പേര് പറഞ്ഞു അല്ലെ. ഏതൊക്കെയാണ്? ജിറാഫ് ആൻഡ് ടൈഗർ. ജിറാഫും ടൈഗറും അല്ലെ. രണ്ടും എന്താണ്? They are wild animals. Giraffe and tiger. They are wild animals. They lives in the jungle. Wild animals are lives in the jungle, not at home. They lives in jungle. Domestic animals are lives in our home, but wild animals are lives in forest, or they lives with the nature. Okay, they lives in forest or jungle. What do you mean by jungle? What is jungle? Aman, what is jungle? What do you mean by jungle, Aman? Jungle എന്ന് വെച്ചാൽ എന്താണ്? jungle, forest എന്നൊക്കെ വെച്ചാൽ എന്താണ് അറിയോ? കാട് അല്ലേ. എന്താണ് അമ്മാന്റെ കയ്യില്? What's in your hand? What is that? എന്താ അത്? മിഠായി ആണോ? ടിക് ടാക്ക് ആണോ? എന്തിനാ അത് കയ്യിൽ വെച്ചത്? ക്ലാസ് കഴിഞ്ഞിട്ടല്ലേ അത് കഴിക്കാൻ പാടുള്ളൂ. എന്നാ അത് മാറ്റി വെച്ചേ അമ്മയുടെ കയ്യിൽ കൊടുക്ക്. ക്ലാസ് കഴിഞ്ഞിട്ട് മോന് തരുമോ അത്? Okay, good boy. Listen here. Okay. Jungle means കാട് അല്ലേ. നമ്മുടെ അമാൻ പറഞ്ഞു ജംഗിൾ എന്ന് വെച്ചാൽ കാടാണ്. ആണോ? വലിയ കാട് അല്ലേ. സോ വൈൽഡ് ആനിമൽസ് ലിവ്സ് ഇൻ ജംഗിൾ. ഈ വൈൽഡ് ആനിമൽസ് എവിടെയാ താമസിക്കുക വൈഷ്ണവേ?
Vaishnav KP. Wild animals lives in Vaishnav, please unmute. Okay. Jungle. Okay, jungle means കാട് അല്ലേ? വലിയ കാട്. ഇപ്പൊ ഈ വൈൽഡ് ആനിമൽസ് ജീവിക്കുന്നത് എവിടെയാ? കാട്ടിലാണ് അല്ലേ? നോട്ട് അറ്റ് അവർ ഹോം. നമ്മൾ ഇതിനെ വീട്ടിൽ വളർത്താറുണ്ടോ? നോ നോ. ഉണ്ടോ ജുവൽ? വൈൽഡ് ആനിമൽസിനെ നമ്മൾ വീട്ടിൽ വളർത്തോ? നമ്മുടെ ജിറാഫിനെയും ടൈഗറിനെയും ഒക്കെ വീട്ടിൽ വളർത്താറുണ്ടോ ജുവലേ? ഇല്ല അല്ലേ? അപ്പോ വൈൽഡ് ആനിമൽസ് ലിവ്സ് ഇൻ ജംഗിൾ. കാട്ടില് മാത്രാണ് ഇവരുണ്ടാവുക അല്ലേ? സോ വൈൽഡ് ആനിമൽസ് ലിവ്സ് ഇൻ ജംഗിൾ ആൻഡ് we can find wild animals also in zoom. സൂമിൽ പോയാൽ നമ്മൾ ഈ വൈൽഡ് ആനിമൽസിനെ ഒക്കെ അവിടെ കാണാറുണ്ടല്ലേ? what do you mean by zoom? what is zoom? zoom നമ്മൾ ക്ലാസ്സിൽ കയറുന്നത് ഏത് വഴിയാ? സൂം വഴിയാണ്. ആ സൂം ആണോ? എന്താണ് സൂം? ആർക്കും അറിയില്ല എന്താണ് സൂം എന്ന്. എന്താണ് ദക്ഷിണ സൂം? സൂം ആണോ സൂ ആണോ? എവിടെയാണ്? സൂ. നമ്മള് എന്താണ് നമ്മൾ ഈ വൈൽഡ് ആനിമൽസിനൊക്കെ എവിടെ കാണാറുണ്ട്? സൂവിൽ പോയാൽ കാണാറുണ്ട് അല്ലെ? മൃഗശാലയിൽ എന്തുണ്ടാവാറുണ്ട്? ഈ വൈൽഡ് ആനിമൽസ് ഒക്കെ ഉണ്ടാവാറുണ്ട് അല്ലെ? നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇതിനെ? ടൈഗറിനെയും ജിറാഫിനെയും ബിയറിനെയും ഹിപ്പോനെയും ഒക്കെ കണ്ടിട്ടുണ്ടോ? ഇപ്പൊ കോവിഡ് ഒക്കെ ആയതുകൊണ്ട് നമുക്ക് എവിടെയും കാണാനൊന്നും പോവാൻ പറ്റുന്നില്ല. പക്ഷെ മുമ്പ് നമ്മൾ പോകുമ്പോ ഈ സൂവില് എന്തുണ്ടാവാറുണ്ട്? മൃഗങ്ങൾ ഉണ്ടാവാറുണ്ട്. യാൻഡേവ് കണ്ടിട്ടുണ്ടോ മോനെ? ഉണ്ടോ? കണ്ടിട്ടുണ്ടോ? എവിടുന്നാ കണ്ടേ? കണ്ടിട്ടുണ്ടോ? ഓക്കെ ഓക്കെ, വെരി ഗുഡ്. അപ്പോ നമ്മള് എന്താണ് ഈ വൈൽഡ് ആനിമൽസിനൊക്കെ നമുക്ക് എവിടെ കാണാം? They lives in forest and we can find also in zoo. മൃഗശാലയിലൊക്കെ പോകുമ്പോ നമ്മൾ അവിടെ ഇതിനെ കാണാറുണ്ട് അല്ലെ? പക്ഷെ നമ്മൾ ഇതിനെയൊന്നും വീട്ടിൽ വളർത്താറില്ല അല്ലെ? സോ wild animals only lives in jungle or forest and they live with nature. നമ്മുടെ പ്രകൃതിയുമായിട്ട് ഇടപഴകി കാട്ടിലൊക്കെയാണ് ഇവർ താമസിക്കുക അല്ലെ? So look at your textbook. Our first wild animal is giraffe. First picture is giraffe. Giraffe. Look at the picture. That is giraffe. What is the specialty of giraffe? എന്താണ് ജിറാഫിന്റെ ഒരു സ്പെഷ്യാലിറ്റി? എന്താണ്? ജിറാഫിന് എന്തുണ്ട്? എന്താണ് ജ്യൂഡ്? ജിറാഫിനെ കാണുമ്പോ എന്താ തോന്നുന്നേ? എന്താണ്? കഴുത്തിന് എന്തുണ്ട്? നല്ല നീളമുണ്ടല്ലേ? നീളമുള്ള കഴുത്താണല്ലേ? നല്ല നീളമുള്ള കഴുത്തുണ്ട്. ജിറാഫ് വാസ് എ ടോളസ്റ്റ് ആനിമൽ ഓൺ എർത്ത്. ഭൂമിയിലെ ഉള്ള ഏറ്റവും നീളമുള്ള അല്ലെ? നല്ല നീളമുള്ള കഴുത്തുള്ള ആളാണ് ആര്? ജിറാഫ് അല്ലെ? ജിറാഫിന്റെ കഴുത്തിന് നല്ല നീളമുണ്ട്. അപ്പൊ അതുകൊണ്ട് എവിടെയെങ്കിലും നിന്നിട്ട് വലിയ മരത്തിന്റെ മുകളിലുള്ള ഇലകളൊക്കെ പറിച്ച് തിന്നാൻ വേണ്ടി പറ്റിയല്ലേ ജിറാഫിന്? സോ ജിറാഫ് ഇസ് ദ ടോളസ്റ്റ് മാമൽ ഓൺ ദ എർത്ത്. ഭൂമിയിലുള്ളതില് നല്ല നീളമുള്ള മൃഗം ആരാണ്? ജിറാഫ് ആണ്. സോ first picture is giraffe. Giraffe is a wild animal. Giraffe is a tallest animal. Okay, it is a tallest animal. So നിങ്ങൾ സൂവിൽ പോകുമ്പോ എവിടെ കണ്ടിട്ടുണ്ടാവും അല്ലെ ചിലപ്പോ ജിറാഫിനെ? നിങ്ങൾ എത്ര പേര് ജിറാഫിനെ കണ്ടിട്ടുണ്ട്? നേരിട്ട് കണ്ടിട്ടുണ്ട്? ടിവിയിലൊന്നും അല്ലാതെ, പിക്ചറിലും അല്ലാതെ കണ്ടിട്ടുണ്ടോ? യാൻദേവ് കണ്ടിട്ടുണ്ട്. പിന്നെയോ സഹൽ. ഓക്കെ, സഹൽ കണ്ടിട്ടുണ്ട്. റിദ ഫാത്തിമ കണ്ടിട്ടുണ്ട്. വൈഷ്ണവ് കണ്ടിട്ടുണ്ട്. പിന്നെയോ കുറെ പേര് ജ്യൂഡ് കണ്ടിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. പിന്നെ എത്ര പേര് കണ്ടിട്ടുണ്ട്? കുറെ പേരൊന്നും കണ്ടിട്ട് ആമാൻ കണ്ടിട്ടുണ്ട്. പിന്നെയോ കുറെ പേരൊന്നും കണ്ടിട്ടില്ല. സാരമില്ല, കോവിഡ് ഒക്കെ കഴിഞ്ഞിട്ട്
നമുക്ക് എവിടെ പോവാം? സൂ ഒക്കെ കാണാൻ വേണ്ടി പോവാം അല്ലെ? കോവിഡ് ഒക്കെ പോയി നല്ല കണ്ടീഷൻ ഒക്കെ ആവുമ്പോ എവിടെയെങ്കിലും പോവാൻ പറ്റുമ്പോ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് നമ്മുടെ സാറിനോട് പറഞ്ഞിട്ട് സൂ കാണാൻ പോവാം എവിടെയെങ്കിലും അല്ലേ? പോയാലോ? സ്കൂള് തുറക്കുമ്പോ പോവാ അല്ലേ? നിങ്ങൾ സാറിനോട് പറഞ്ഞാ മതിയേ, സ്കൂള് തുറക്കുമ്പോ നമുക്ക് എവിടെ പോണം? ജിറാഫിനെ ഒക്കെ കാണാൻ പോണെന്ന് സാറിനെ കാണുമ്പോ പറയണം. പറയോ? പറയൂ അല്ലേ? അപ്പൊ നമുക്ക് എല്ലാവർക്കും കൂടെ എവിടെ പോവാം? ജിറാഫിനെയും ടൈഗറിനെയും ബിയറിനെയും ഒക്കെ കാണാൻ വേണ്ടി പോവാം. അപ്പൊ വേഗം സ്കൂള് തുറക്കാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം അല്ലേ? കൊറോണ ഒക്കെ പോയി നല്ല കണ്ടീഷനൊക്കെ ആയി കഴിയുമ്പോ നമുക്ക് എവിടെ പോവാം? നമുക്ക് ഈ സൂയിലൊക്കെ പോയിട്ട് ഇതിനെയൊക്കെ കാണാം അല്ലേ? സോ എന്താണ് ഫസ്റ്റ് വൺ? ജിറാഫ് ആണ്. ജിറാഫ് ഇസ് എ വൈൽഡ് ആനിമൽ. ഇറ്റ് ഇസ് ടോളസ്റ്റ് ആനിമൽ ഓൺ ദ എർത്ത്. സോ ജിറാഫ് ക്യാൻ റൺ വെരി ഫാസ്റ്റ്. ജിറാഫിന് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? വളരെ വേഗത്തിൽ ഓടാൻ വേണ്ടി പറ്റും അല്ലേ? ജിറാഫിന് പെട്ടെന്ന് ഓടാൻ വേണ്ടി പറ്റും. നല്ല നീളമുള്ള കാലുകളും ഉണ്ട്. എന്ത് അത് പെട്ടെന്ന് ഓടിപ്പോവും അല്ലേ? സോ ജിറാഫ് is a wild animal. And the second one is tiger. Second one is tiger. രണ്ടാമത്തെ പിക്ചർ ഉണ്ടോ? ദാറ്റ് ഈസ് ടൈഗർ. എന്താണ് രണ്ടാമത്തെ പിക്ചറിലുള്ളത്? ടൈഗർ ആണ് അല്ലേ? ടൈഗർ. ടൈഗറിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ടൈഗറിനുള്ള സ്പെഷ്യാലിറ്റി എന്താണ്? ടൈഗറിന് എന്തോ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ടല്ലോ. ആരാണ് പറയുന്നേ? നോക്കട്ടെ. എന്താണ് മോളെ ഈവ? എന്താണ് ഈവ? വാട്ട് ഈസ് ദി സ്പെഷ്യാലിറ്റി ഓഫ് ടൈഗർ? എന്താണ് അറിയോ ഈവ? എന്താണ്? എന്താണ്? കടുവയാണ് ടൈഗർ അല്ലേ? ടൈഗർ എന്താണ്? കടുവ. കടുവയ്ക്ക് എന്തുണ്ട്? എന്താണ്? ഓക്കെ. ദെൻ ആരാണ് പറയാൻ പോകുന്നത്? ആമാനാണോ? ആമാൻ എന്താണ്? ആമാൻ എന്താണ്? എന്താണ്? നാഷണൽ ആനിമൽ അല്ലേ? നാഷണൽ ആനിമൽ ആണ്. ടൈഗർ ഈസ് ദ നാഷണൽ ആനിമൽ ഓഫ് അവർ കൺട്രി അല്ലേ? നമ്മുടെ കൺട്രിയുടെ നാഷണൽ ആനിമൽ ആണ് ആര്? ടൈഗർ. അപ്പൊ മറന്നു പോയതല്ലേ? അക്ഷര, പ്ലീസ് ടേൺ ഓൺ യുവർ വീഡിയോ. ടൈഗർ ഈസ് അവർ നാഷണൽ ആനിമൽ. ദെൻ ബ്രയാൻ, ഏഞ്ചൽ മരിയ പ്രിൻസ്, അക്ഷര ആർ, turn on your video. Okay. അക്ഷര വീഡിയോ ഓൺ ചെയ്തേ മോളെ. സോ ടൈഗർ ഈസ് അവർ നാഷണൽ ആനിമൽ. അൻവി എന്താ മോളെ? ഓക്കെ. ടൈഗർ ഈസ് അവർ നാഷണൽ ആനിമൽ അല്ലേ? നമ്മുടെ നാഷണൽ ആനിമൽ ആണ് ആര്? Tiger. So tiger is a wild animal. It lives in jungle and it's our national animal. Okay, tiger. Second picture is tiger. Tiger ആണല്ലേ രണ്ടാമതുള്ളത്? നമ്മുടെ നാഷണൽ ആനിമൽ ആണത്. So first one is giraffe. Giraffe lives in jungle. It is very tallest animal അല്ലേ? It is the tallest animal. So the second one is tiger. Tiger is our national animal. Tiger is our national animal. It lives in jungle. Wild animal ആണല്ലേ? ഇത് കാട്ടിലാണ് താമസിക്കുക. So the third one, what is that? The third picture, what is that? Alia, what is the third picture? Alia, what is that? Which animal is that? Please unmute. Bear. That is bear. The third picture is bear. മൂന്നാമത്തെ ചിത്രം ബിയർ ആണല്ലേ? എന്താണത് ബിയർ? ബിയർ എന്ന് വെച്ചാൽ എന്താണ്? ബിയർ?
എന്താണ് ബിയർ? അദിജിത്ത്, വാട്ട് ഇസ് ബിയർ? എന്താണത്? എന്ത് ജീവിയാണത്? എന്താണ് മോനെ? അൺമ്യൂട്ട് ചെയ്തേ അദിജിത്തെ. എന്താണ്? ഓക്കെ ഓക്കെ. ബിയർ ഇസ് കരടി. കരടി. ഓക്കെ. അപ്പൊ മൂന്നാമത്തെ ചിത്രം എന്താണ്? കരടിയാണല്ലേ. ബിയർ കരടിയാണ്. സോ കരടി എന്താണ്? ഇറ്റ്സ് എ വൈൽഡ് ആനിമൽ. ബിയർ ഇസ് എ വൈൽഡ് ആനിമൽ. ഇറ്റ് ലിവ്സ് ഇൻ ജംഗിൾ. കരടി എവിടെയാ ഉണ്ടാവുക? കാട്ടിലാണല്ലേ. വലിയ ജീവിയാണല്ലേ. കാണാൻ വളരെ വലുതാണല്ലേ. നിങ്ങൾക്ക് ടെഡ്ഡി ബിയർ ഒക്കെ ഇല്ലേ? ടെഡ്ഡി ബിയർ ഒക്കെ ഇല്ലേ നിങ്ങൾക്ക് കളിക്കാൻ വേണ്ടി? നിങ്ങൾക്ക് ഇഷ്ടാണോ ബിയറിനെ? നിങ്ങൾക്ക് ഇഷ്ടമുണ്ടോ? നിങ്ങൾക്ക് കുറെ തരത്തിലുള്ള ടെഡ്ഡി ബിയർ ഒക്കെ ഉണ്ടാവും അല്ലേ. എസ്പെഷ്യലി ഗേൾസിന്റെ കയ്യിൽ. നമ്മുടെ തനുഷ് കൃഷ്ണന്റെ കയ്യിൽ നോക്ക്, നല്ല ടെഡ്ഡി ബിയർ ഉണ്ട് കണ്ടോ. കരടിയാണതല്ലേ. കരടി. നമ്മുടെ യാൻദേവിന്റെ അടുത്ത് ഉണ്ടല്ലോ. യാൻദേവ് ഓടിപ്പോയി എടുത്തിട്ട് വരുന്നുണ്ടേ. വലിയ ടെഡ്ഡി ബിയർ ആണ്. തനുസിന്റെ അടുത്തുണ്ട് ഒരു വൈറ്റ് കളർ ടെഡ്ഡി ബിയർ. യാൻദേവിന്റെ അടുത്ത് ഒരു റെഡ് കളർ. യാൻദേവിനെക്കാളും വലിയതാണല്ലേ. വലിയൊരു ടെഡ്ഡി ബിയർ ഉണ്ട്. പിന്നെ ദക്ഷിത്തിന്റെ അടുത്തുണ്ട് ടെഡ്ഡി ബിയർ. നല്ല റെഡ് കളറിലുള്ള ടെഡ്ഡി ബിയർ ആരുടെ അടുത്തുണ്ട്? ദക്ഷിത്തിന്റെ അടുത്തുണ്ട്. അദിജിത്തിന്റെ അടുത്തുണ്ട് ഒരു യെല്ലോ കളർ ടെഡ്ഡി ബിയർ. ആൻവിയുടെ അടുത്ത് ഒരു വൈറ്റ് കളർ ടെഡ്ഡി ബിയർ ഉണ്ട്. വൈഷ്ണവിന്റെ അടുത്ത് ഒരു ബ്ലൂ കളറ്. എല്ലാവരുടെ അടുത്തും ഉണ്ടല്ലേ. ഇനി ആരുടെയെങ്കിലും അടുത്ത് മിസ് കാണാതെ പോയിട്ടുണ്ടോ നോക്കട്ടെ. കൊറേ പേര്. വൈഷ്ണവിന്റെ അടുത്ത് 2 എണ്ണം ഉണ്ട്. 2 ടെഡ്ഡി ബിയർ. ആൻവിയുടെ അടുത്തുണ്ട്. സൂപ്പർ, നന്നായിട്ടുണ്ടേ. എല്ലാവരുടെ അടുത്ത്. ദക്ഷിത്തിന്റെ അടുത്ത്. നിവേദിതിന്റെ അടുത്തുണ്ട് അല്ലേ 2 എണ്ണം. 2 ടെഡ്ഡി ബിയർ. ഒരു യെല്ലോ കളറും ഒരു പിങ്ക് കളറും. ഇവാ തെരേസയുടെ അടുത്ത് ഒരു റെഡ് കളർ ടെഡ്ഡി ബിയർ ഉണ്ട്. എല്ലാവരുടെ അടുത്തും ഉണ്ടാവും അല്ലേ. മിക്കവാറും എല്ലാവരുടെ അടുത്തും എന്തുണ്ട്? ബ്രയാന്റെ അടുത്ത് ഒരു നല്ല വൈറ്റ് കളറ്, പിന്നെ ഒരു ഗ്രേ കളറ്. എത്ര ടെഡ്ഡി ബിയേഴ്സ് ആണ് നിങ്ങൾക്ക്? ആഷ്നിയുടെ അടുത്ത്, ഡിയോന്റെ അടുത്ത് നല്ല യെല്ലോ കളർ ആണ് ഉള്ളത് അല്ലേ. സൂപ്പർ. ഓക്കെ ഓക്കെ. ആഷ്നിയുടെ അടുത്തുണ്ട്, നിവേദിത്തിന്റെ അടുത്ത്, ദക്ഷിണയുടെ അടുത്തുണ്ട് ഒരു ബ്ലാക്ക് കളർ ആണോ. നല്ല ഭംഗിയുണ്ടല്ലോ. നല്ലൊരു ടെഡ്ഡി ബിയർ ദക്ഷിണയുടെ അടുത്തുണ്ട്. അദിജിത്തിന്റെ അടുത്ത്, നിവേദിതിന്റെ അടുത്ത്, വൈഷ്ണവിന്റെ അടുത്ത്. ഇല്ല, ആർണവിന്റെ അടുത്ത് കുറെ എണ്ണം ഉണ്ടല്ലോ. ആർണവേ ഒരു യെല്ലോ ആൻഡ് റെഡ്, പിന്നെ വേറൊരു യെല്ലോ. മുഹമ്മദ് സഹലിന്റെ അടുത്ത് ഒരു വൈറ്റ് ആൻഡ് പിങ്ക്. എല്ലാവരുടെ അടുത്തും ഉണ്ടല്ലേ. നിങ്ങൾക്ക് ഇത്രയും ടെഡ്ഡി ബിയേഴ്സ് ഉണ്ടോ നിങ്ങളുടെ അടുത്ത്? നല്ല ഭംഗിയാണല്ലോ. അപ്പൊ ടെഡ്ഡി ബിയറിന് എല്ലാവർക്കും നല്ല ഇഷ്ടമാണല്ലേ. അതുപോലുള്ള ബിയർ. യാൻദേവിന്റെ അടുത്ത് 2 എണ്ണം ഉണ്ട് അല്ലേ യാൻദേവേ? നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഒന്ന് യാൻദേവിനെക്കാളും വലിയതാണല്ലോ. ഡിയോന്റെ അടുത്ത് ഒരുപാടുണ്ടല്ലേ. ഡിയോൺ റെഡ്, യെല്ലോ, വൈറ്റ്. ആർണവിന്റെ അടുത്തുള്ളത് ഒരു വലിയതാണല്ലോ. ആർണവിന്റെ അടുത്ത് ഒരു വലിയ ടെഡ്ഡി ബിയർ ഉണ്ട്. ആർണവിനെക്കാളും വലിയതാണല്ലോ. നിങ്ങൾക്ക് എല്ലാവർക്കും അപ്പൊ ഈ ടെഡ്ഡി ബിയറിന് ഇത്ര ഇഷ്ടമാണല്ലേ. ഓക്കെ. ജുവാനയുടെ അടുത്തുണ്ട്. ജുവാനയുടെ അടുത്ത് കുറെ എണ്ണം ഉണ്ടല്ലോ. ജുവാനയുടെ അടുത്തുണ്ട്. ബ്രയാന്റെ അടുത്ത് എന്താ അത് എലിഫന്റ് ആണല്ലേ. നല്ല ഭംഗിയുണ്ട്. സൂപ്പർ. അപ്പൊ എന്താണ്, എല്ലാവരുടെ അടുത്തും കുറെ ടെഡ്ഡി ബിയേഴ്സും ടോയ്സും ഒക്കെ ഉണ്ടല്ലേ. അതുപോലെയുള്ള ബിയർ ആണല്ലേ ഇത്. ടെഡ്ഡി ബിയറിനെ കാണാൻ നല്ല ഭംഗിയാണ്. ബിയറിനെ കാണാനും നല്ല ഭംഗിയാണ്. പക്ഷെ എന്താണത്? വൈൽഡ് ആനിമൽ ആണല്ലേ. കാട്ടിലാണ്. നമ്മളെയൊക്കെ കണ്ട എന്ത് ചെയ്യും? അത് നമ്മളെയൊക്കെ അറ്റാക്ക് ചെയ്യുമല്ലേ. നമ്മുടെ വീട്ടിലുള്ള ടെഡ്ഡി ബിയർ ഒക്കെ പാവാണ്. പക്ഷെ കാട്ടിലുള്ളതോ വളരെ വൈൽഡ് ആണ് അതല്ലേ. നമ്മളെ കണ്ടാൽ എന്ത് ചെയ്യും? കടിച്ചു തിന്നുമല്ലേ. അല്ലേ? ആണ്. അപ്പോ ടെഡ്ഡി ബിയർ എല്ലാവരുടെ അടുത്തും ഉണ്ട്. ബിയർ എവിടെയാ ഉണ്ടാവുക? കാട്ടിലാണ് ഉണ്ടാവുക. ടെഡ്ഡി ബിയറോ നമ്മുടെ വീട്ടിലും അല്ലേ. സോ എല്ലാവരുടെയും ടെഡ്ഡി ബിയറിനെ മിസ് കണ്ടു. ആരുടെയെങ്കിലും ഏഞ്ചൽ മരിയയുടെ അടുത്ത് കുറെ ഉണ്ടല്ലോ. ഏഞ്ചൽ മരിയ, ടൈഗർ ഒക്കെ ഉണ്ടോ? ടൈഗർ ഉണ്ട്, ബിയർ ഉണ്ട്, കുറെ ഉണ്ട്. റിതയുടെ അടുത്ത് ഒരു വലിയ ടെഡ്ഡി ബിയർ ഉണ്ട്. സൂപ്പർ. റിതയുടെ അടുത്ത് കുറെ ആനിമൽസിന്റെ മോഡൽസ് ഒക്കെ ഉണ്ട്. ചെറിയ ജിറാഫും ടൈഗറും കുറെ ഉണ്ട്.
എല്ലാവരുടെ അടുത്ത് കശ്യപിന്റെ അടുത്ത് 2 എണ്ണം ഉണ്ട്, 2 ടെഡി ബിയർ. ഓക്കെ, സൂപ്പർ, നന്നായിട്ടുണ്ട്. എല്ലാവരുടെയും ടെഡി ബിയേഴ്സിനെ മിസ് കണ്ടു. അമ്മാന്റെ അടുത്ത് അതെന്താണ് അമ്മാൻ? നല്ല ഭംഗിയുണ്ടല്ലോ, ഒരു ചെറുത്. എന്താ അത്? ബിയറാണോ അത്? ആണോ? നല്ല ഭംഗിയുണ്ട് അതിനെ കാണാൻ വേണ്ടി. എല്ലാവരുടെ അടുത്ത് ഇങ്ങനെയുള്ള കുറെ ടെഡി ബിയേഴ്സ് ഒക്കെ ഉണ്ടല്ലേ. ദർശിത്തിന്റെ അടുത്തുണ്ട്. എല്ലാവരുടെയും മിസ് കണ്ടു കേട്ടോ. ദർശിത്തിന്റെ